നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. പണ്ട് ആദിത്യദേവൻ അനുഗ്രഹിച്ചിട്ടുള്ള ശിലോച്ഛയങ്ങളാണ് മേരുവിലുള്ളത്. എൻ്റെ പ്രസാദത്താൽ അങ്ങയിൽ ഉള്ളവയെല്ലാം എപ്പോഴും തനിക്കനകമായി തീരും. അങ്ങയിൽ നിവസിക്കുന്ന ദേവഗന്ധർവ ദാനവന്മാരായ ഭക്തന്മാർ കൂടി പൊൻപ്രഭ ഉള്ളവരായി മാറും. വാനരപ്രമുഖന്മാരായ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കൂ. ഇങ്ങനെ അനുഗ്രഹം സിദ്ധിച്ച ഉത്തമാതിരി മേരുവിൽ സായം സന്ധ്യയ്ക്ക് അശ്വനി ദേവന്മാർ, മരുത്തുക്കൾ, വാനവന്മാർ, അഷ്ടവസുക്കൾ എന്നിവരെല്ലാം വന്ന് സൂര്യനെ ഉപാസിക്കുക പതിവാണ്. ആ പൂജയേറ്റ ആദിത്യദേവൻ അസ്താദ്രിക്കെഴുന്നള്ളി അപ്രത്യക്ഷനാവും. ആ മഹാദ്രിയുടെ നേരിട്ട് പോകുന്ന സൂര്യൻ ഒരു നാഴിക കൊണ്ട് 10,000 യോജന ദൂരമാണ് പിന്നിടുന്നത്. അതിൻ്റെ കൊടുമുടിയിൽ വിശ്വകർമാവ് ദിവ്യമായൊരു ഭവനം നിർമ്മിച്ചിട്ടുണ്ട്. പല പല പക്ഷി സമൂഹത്തോടും വിചിത്ര ദ്രുമരാജിയോടും അനേക പ്രസാദങ്ങളാൽ പരിസേവിതവുമായ അവിടെയാണ് പാശമേന്തുന്ന അരുണദേവൻ വസിക്കുന്നത്. അസ്തമന മേരുമധ്യത്തിൽ വിചിത്രമായൊരു തറയിൽ ഏറ്റവും വലിപ്പമുള്ളതും 10 തലകളുള്ളതുമായ ഒരു പൊൻകരിമ്പനയുണ്ട്. ആ ദുർഗങ്ങളിലും പുഴ, പൊയ്ക തുടങ്ങിയവയിലും സശ്രദ്ധം സീതാദേവിയെയും ദശവദനനെയും അന്വേഷിക്കണം. അവിടെയാണ് തപസ്സുകൊണ്ട് ബ്രഹ്മതുല്യനായി തീർന്ന മേരുസാവർണി എന്ന ധർമ്മജ്ഞൻ നിവസിക്കുന്നത്. ആദിത്യ തുല്യതയാർന്ന മാമുനീശ്വരനെ സാഷ്ടാംഗം നമസ്കരിച്ച് സീതാദേവിയുടെ വിവരങ്ങൾ സാദരം ചോദിക്കാം. അന്ധകാരം അകറ്റുന്ന ഭാസ്കരദേവൻ ജീവികൾക്കെല്ലാം പകൽ കൊടുക്കുന്നത് അതുവരെയാണ്. അതാണ് അസ്തമനാജലം. കവിശ്രേഷ്ഠന്മാരെ, നമുക്ക് പോകാവുന്ന പരമാവധി പ്രദേശമാണ് അവിടം. അതിനപ്പുറം സൂര്യപ്രകാശം ഇല്ലാത്തതിനാൽ നമുക്ക് യാതൊന്നും അറിയാൻ സാധിക്കുകയില്ല. ജാനകീദേവിയെയും ദശഗ്രീവനെയും അസ്തമനാദ്രി വരെയും അന്വേഷിക്കണം. എന്നാൽ ഒരു കാര്യം എപ്പോഴും മറക്കരുത്: 1 മാസത്തിനുള്ളിൽ മടങ്ങിയെത്തണം എന്നത്. 30 ദിവസം കഴിഞ്ഞ് കാര്യം സാധിക്കാതെ വരുന്നവർ ആരു തന്നെ ആയാലും വധ്യരാണ്. വീരാതിവീരനും മഹാശൂരനും എൻ്റെ ശുശൂരനുമായ സുഷേണ കപീന്ദ്രൻ നിങ്ങളുടെ ഒന്നിച്ചു വരും. അദ്ദേഹത്തിൻ്റെ ആജ്ഞ ഏവരും അനുവർത്തിക്കണം. മഹാബലശാലിയായ ശുശൂരൻ ആചാര്യരുമാണെന്ന് മനസ്സിലാക്കണം. ഏതൊരു കാര്യത്തിലും പ്രമാണമായി അദ്ദേഹത്തെ അനുസരിച്ചാൽ യാതൊരു ന്യൂനതയും വരുന്നതല്ല. സുഹൃത്തുക്കളെ, അതിതേജസ്വിയായ നരേന്ദ്രദേവനാണ് രഘുത്തമൻ. നമ്മുടെ ഏവരുടെയും സ്വാമിയായ ശ്രീരാമചന്ദ്രൻ്റെ സഹധർമ്മിണിയെയാണ് ആരായുന്നത്. ദേവിയെ കണ്ടുകിട്ടിയാൽ നമുക്ക് അല്പമെങ്കിലും കൃതാർത്ഥതയടയാം. ഇനി ഈ കാര്യസിദ്ധിക്ക് വേണ്ടതെല്ലാം അതാതു സമയം നിങ്ങൾ ആലോചിച്ച് താരാപിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ചെയ്യുക. സുഗ്രീവാജ്ഞ അതിശ്രദ്ധയോടെ കേട്ട വാനര വര്യന്മാർ യാത്ര ചോദിച്ച് സുഷേണന്റെ നേതൃത്വത്തിൽ പടിഞ്ഞാറോട്ട് യാത്ര തിരിച്ചു. ധർമ്മജ്ഞനായ സുഗ്രീവൻ വീരനായ ശുശൂരനെ അനുയായികളോടുകൂടി പശ്ചിമദിക്കിലേക്ക് അയച്ചതിനു ശേഷം ഉഗ്രപരാക്രമിയായ ശതബാലിയോട്, സർവ്വസൈന്യാധിപനോട് ശ്രീരാമനും തനിക്കും ഹിതകരമായ വാക്കുകൾ ഇപ്രകാരം തുടർന്നു: ശതബലി, അങ്ങയെപ്പോലെ പരാക്രമികളായ 100,000 സൈന്യങ്ങളോടും യമസുതന്മാരുമായ മന്ത്രിമാരോടും കൂടി ഹിമാചലമാകുന്ന തിരുവാഭരണത്തോടുകൂടിയ വടക്കേ ദിക്കിലേക്ക് പുറപ്പെടൂ. അനശ്വര യശസ്വിനിയായ അവനീസുതയെ എല്ലായിടത്തും തേടുവിൻ. അർത്ഥജ്ഞാനികളായ ഹരിവീരന്മാരെ, ഈ കാര്യം ശരിക്കും നിറവേറ്റി ശ്രീ രഘുവീരന് പ്രിയമേകിയാലേ നാം കൃതാർത്ഥരാകൂ. നമുക്ക് വേണ്ട ഇഷ്ടങ്ങളെല്ലാം ഏകിയ രാജരാജൻ ശ്രീരാമചന്ദ്രസ്വാമിക്ക് പകരം എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ജീവിതം സഫലമായി തീരൂ. ഒരു ഉപകാരവും ചെയ്യാത്തവന് കൂടി എന്തെങ്കിലും കാര്യം ചെയ്താൽ മനുഷ്യജന്മം സഫലമാകും. അപ്പോൾ ആദ്യം തന്നെ ഇഷ്ടമേകിയവൻ്റെ കാര്യം പറയാനുണ്ടോ? ഇതെപ്പോഴും മറക്കാതെ ദേവിയെ തേടുവിൻ. വാനരവംശത്തിന് മുഴുവൻ പ്രിയം ഏകത്തക്ക ഫലം അന്വേഷണത്തിൽ ഉണ്ടാകട്ടെ. ശത്രുഞ്ജയനായ ശ്രീരാമൻ സർവ്വജീവികൾക്കും സർവദാ ആരാധ്യനാണ്. നമ്മിൽ പ്രത്യേകം കാരുണ്യം വർഷിക്കുന്ന ദേവനുമാണ്. ബുദ്ധിയും വിക്രമവും ഒത്തുചേർന്ന നിങ്ങൾ ആരണ്യങ്ങളിൽ, ദുർഗങ്ങളിൽ, നദികളിൽ, ശൈലങ്ങളിൽ എല്ലാം തിരയുവിൻ. മ്ലേച്ഛന്മാർ അധിവസിക്കുന്ന സ്ഥലം ശൂരസേനം, പ്രസ്ഥലം, ഭരതം, കുരുക്ഷേത്രം, മദ്രം, കാംബോജം, യവനം, ശകം, ആരട്ടകം, ബാഹ്ലീകം, ഋഷീകം, പൗരവം, തങ്കുടം, ചീനം, പുരാതചീനം, നീഹാരം, ദരദം, ഹിമാലയം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അന്വേഷിക്കണം. ഹിമാദ്രിയിലെ പത്മകത്തോപ്പിലും ദേവദാരുവനത്തിലും സശ്രദ്ധം സീതാദേവിയെയും രാവണനെയും നോക്കണം.
വലിയ താഴ്വരയോടുകൂടിയ കാളാചലത്തിലേക്ക് ദേവഗന്ധർവ സേവിതമായ സോമാശ്രമത്തിൽ കൂടിയാണ് പോകേണ്ടത്. ആ ശൈലത്തിൻ്റെ ഗുഹകളിലും വലിയ പാറപ്പിളർപ്പുകളിലും ശ്രീ ജാനകി ദേവിയെ ആരായുവിൻ. അതിനപ്പുറത്താണ് ഹേമഗർഭം എന്ന മഹാദ്രി. അതു കടന്നാൽ സുദർശന ശൈലത്തിലെത്തും. വിവിധ വൃക്ഷസമൂഹവുമൊത്ത് പല പല പക്ഷി സമൂഹങ്ങളാൽ ആകീർണമായ ദേവസകം എന്ന പർവ്വതം ആണടുത്തത്. അതിൻ്റെ കാടുകളിലും ഗുഹകളിലും കൽപ്പിളർപ്പുകളിലും ശ്രീരാമചന്ദ്ര സഹധർമ്മിണിയെയും ഭക്തികന്ധരനെയും നിങ്ങൾ ആരായണം. തുടർന്ന് 100 യോജന ശൂന്യസ്ഥലമാണ്. തരുക്കൾ, പുഴകൾ, ജന്തുക്കൾ എന്നിവ യാതൊന്നും ഇല്ലാത്ത ആ ദുർഗമ സ്ഥലം കണ്ടാൽ തന്നെ രോമാഞ്ചമുണ്ടാകും. അതിവേഗം ആ മരുഭൂമി പിന്നിട്ടാൽ സകലാഭീഷ്ട സന്തുഷ്ടിദായകമായ ശ്രീ കൈലാസ ശൈലത്തിൽ എത്തും. ശരൽക്കാല വെൺമുകിൽ പോലെയുള്ളൊരു മന്ദിരം, വിശ്വകർമ്മ സൃഷ്ടമായ കുബേരവസതി അവിടെയുണ്ട്. ആമ്പലും താമരയും നിറഞ്ഞ് കുളക്കോഴികൾ, ചക്രവാകങ്ങൾ, അരയന്നങ്ങൾ എന്നിവ സ്വച്ഛന്തം വിഹരിച്ച് അപ്സര സ്ത്രീകളാൽ പരിഭൂഷിതമായ വലിയൊരു സരസ് അവിടെ കാണാം. സർവ്വജീവജാലങ്ങളും നമസ്കരിക്കുന്ന ധനേശ്വരൻ, യക്ഷരാജാവായ വൈശ്രവണൻ സപത്നീകനായി രമിക്കുന്നത് അവിടെയാണ്. ചന്ദ്രസുന്ദരങ്ങളായ ആ ശൈലതടങ്ങളിലും ഗുഹകളിലും ദേവിയെ അതിശ്രദ്ധയോടെ നിങ്ങൾ അന്വേഷിക്കണം. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.